ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് ആദ്യം പരിചയപ്പെടാം കേട്ടോ. ഞാനിവിടെ നല്ല ഗോൾഡൻ ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെയ്ത ഫിനിഷിങ്ങിൽ നമുക്ക് ശരിക്കും റിയൽ ഗോൾഡിൻ്റെ അതേ ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഹെഡ് പിന്നാണ്. ഹെഡ് പിന്ന് കുറച്ച് ലെങ്ത്തിൽ എടുക്കണം. ഇയർ ഹൂക്ക് വേണം. പിന്നെ നമ്മൾ ബീഡ് ക്യാപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ആണ് കേട്ടോ. ഗ്ലൂ ഏതായാലും കുഴപ്പമൊന്നുമില്ല, അത് വേണം. പിന്നെ കോപ്പർ വയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടും ചെയ്യാം, വളരെ കനം കുറഞ്ഞ എലാസ്റ്റിക് ത്രെഡ് വെച്ച് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കോപ്പർ വയർ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു കൊട്ട പോലത്തെ രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റിൽ നമ്മൾ 3 ഗോൾഡൻ ബീഡ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. 3 ബീഡ് നമ്മൾ കോർത്ത് അതിനെ കെട്ടിട്ട് മാറ്റി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അങ്ങനത്തെ 3 സെറ്റ് 5 ബീഡിൻ്റെ 7 ബീഡിൻ്റെ അങ്ങനെ 3 സെറ്റാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഗോൾഡൻ ബീഡ് കോർത്തു. അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡ് നമ്മൾ ഈ 3 ബീഡിലൂടെയും ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കുക. അതിന് ശേഷം ഈ കോർത്ത വയർ വലിച്ചാൽ മതി. അപ്പോൾ നമുക്കത് അറ്റത്തായിട്ട് കിട്ടും. കാരണം നമുക്ക് ഇനിയും കമ്പിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ കമ്പി കളയണ്ട. അപ്പോൾ ആ ഒരു കോർത്തത് നമ്മൾ ഇതുപോലെ വലിച്ച് ഇതിനെ 3നും കൂടി അടുപ്പിച്ച് വയ്ക്കുക. അടുപ്പിച്ചിട്ട് ഇതുപോലെ 2 കമ്പിയും കൂടി ടൈറ്റ് ചെയ്ത് വലിക്കുക. കണ്ടോ, റൗണ്ടിലാക്കിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് 2 സൈഡിലേക്ക് വലിച്ച് കഴിഞ്ഞാൽ അതവിടെ നന്നായിട്ട് ടൈറ്റായിട്ട് വരും. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനൊന്ന് പിരിച്ചിട്ട് നമുക്കതിനെ കട്ട് ചെയ്താൽ കമ്പി കളയാം. അപ്പോൾ ഒട്ടും കമ്പി വേസ്റ്റ് ആക്കാത്ത രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിനി ഇതിൽ 5 ബീഡ് ഇതുപോലെ സെറ്റ് ചെയ്യണം, 7 ബീഡും സെറ്റ് ചെയ്യണം. അപ്പോൾ ഒട്ടും കമ്പി കളയണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ആ ഒരു കമ്പി അതായത് പോലെ ഉള്ളിലേക്കായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റായിട്ടുണ്ട്. 3 ബീഡിൻ്റെ ഒരു സെറ്റ്. അങ്ങനത്തെ 2 എണ്ണം വേണം കേട്ടോ, 2 കമ്മലിലേക്ക്. ഇനി നമുക്ക് 5 എണ്ണത്തിൻ്റെ സെയിം അതേ രീതിയിൽ 5 ബീഡ് കോർക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റിലേക്ക് കോർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് 7 ബീഡിൻ്റെയും കൂടി ചെയ്ത് വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയ്ഡ് ക്ലാസ് നമ്മുടെ മാർച്ച് ബാച്ച് 10-ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വേഗം ജോയിൻ ആയിക്കോളൂ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കോഴ്സ് ഡീറ്റെയിൽസൊക്കെ അപ്പോൾ പറഞ്ഞു തരാം. ഇനി ഫ്രീ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അതിൻ്റെ പ്ലേ ലിസ്റ്റും അവൈലബിൾ ആണ് കേട്ടോ. ജ്വല്ലറി ഫ്രീ ക്ലാസ് എന്നൊന്ന് ചാനലിൽ കയറിയിട്ട് പ്ലേ ലിസ്റ്റിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതൽ എല്ലാ കാര്യങ്ങളും അതിൽ ഫ്രീ ആയിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ് പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് വേണ്ടവർ അതിലൊന്ന് കയറി നോക്കിക്കോളൂ. ഫ്രീ ക്ലാസ്സിനായിട്ട് ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കണ്ട. ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ക്ലാസ് ഡീറ്റെയിൽസ് നമ്മൾ പറയാം. ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ബാച്ചാണ് നടക്കുന്നത്. മാർച്ച് 10-നാണ് നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ 5 ബീഡിൻ്റെ രണ്ടാമത്തെ സെറ്റ് നമ്മൾ സെറ്റാക്കി എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിരിച്ചു കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ബാക്കിലേക്കൊന്ന് ഒരു കമ്പി നമ്മൾ തള്ളി വെക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ബാക്കിലേക്ക് പോകണം കേട്ടോ, കമ്പിയുടെ ഭാഗം. അപ്പോൾ 2 എണ്ണം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തേത് നമ്മൾ 7 ബീഡിൻ്റെയാണ്. സെയിം അതേ രീതിയിൽ തന്നെ കോർത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഈസിയാണ് കേട്ടോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ്സൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ റിയൽ ഗോൾഡിൻ്റെ അതേ ലുക്കിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഭംഗി. ശരിക്കും ഗോൾഡിൻ്റെ കമ്മല കൊട്ടക്കമ്മലൊക്കെ വരുന്നില്ലേ, നമ്മളെന്താ അതിനെ പറയുക, ഞങ്ങളിവിടെ കൊട്ടക്കമ്മൽ തത്തക്കൂട് എന്നൊക്കെ പറയുന്ന ആ ഒരു കമ്മലിൻ്റെയൊക്കെ ഒരു മോഡലിൽ നമുക്ക് ഈ ഒരു കമ്മൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതായത് നമ്മൾ 3 സെറ്റ് ബീഡ്സ് സെറ്റാക്കിയിട്ടുണ്ട്. 5 എണ്ണത്തിൻ്റെ 7 എണ്ണത്തിൻ്റെ 3 എണ്ണത്തിൻ്റെ. അപ്പോൾ അങ്ങനെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അടുത്തതാവുമ്പോൾ നിങ്ങൾ അത് അടുത്തിനനുസരിച്ച് ഒരു സെറ്റും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. 7 എന്നുള്ളത് അടുത്തതൊരു 11 എണ്ണം അങ്ങനത്തെ ചെയ്തെടുക്കുക. ഇതായിരിക്കും കുറച്ച് ഭംഗി. വലിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 7 എണ്ണം ചെയ്തതിൻ്റെ മുകളിൽ 5 എണ്ണം ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുക ബീഡ്സ്. അതിന് ശേഷം 3 എണ്ണം ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് 3ഉം ഒട്ടിച്ചെടുത്ത് വെക്കണം. ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കണം. ഇത് നല്ല പോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങൾ കമ്മലായിട്ട് സെറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ബീഡ്സ് വിട്ടുപോകും. നിങ്ങൾ എന്തോ ഒരു ദിവസം ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് ഡ്രൈ ആയെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നമ്മൾ ഹെഡ് പിന്നൊക്കെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിതുപോലെ 3ഉം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സെറ്റ് നമ്മളിതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ കമ്മൽ വരിക. ഇതിലേക്ക് നമുക്ക് ഹെഡ് പിന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഹെഡ് പിന്ന് അത്യാവശ്യം ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ളത് എടുക്കണം കേട്ടോ. ചെറിയ സൈസിലുള്ളത് എടുക്കരുത്, കാരണം നമുക്കിതിൽ ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മളിതാ ഇതുപോലെ 2 ബീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളിതാ
ഈ ഒരു അടിയിൽ നിന്ന് 7 ബീഡ് കോർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അടിയിൽ നിന്ന് നമ്മളിത് മുകളിലേക്ക് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ബീഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബീഡിന് സെയിം സൈസിലുള്ള ബീഡാണുള്ളത്. വലിയ ബീഡാണെങ്കിൽ നമുക്ക് ഒറ്റ ബീഡിൻ്റെ ആവശ്യം വരുള്ളൂ. ഇതിലും കൂടി വലിയ ബീഡാണെങ്കിൽ ഇപ്പോൾ ചെറിയ ബീഡായ കാരണം 2 ബീഡ് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു ഗോൾഡൻ ബീഡും ബീഡ് ക്യാപ്പും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ വളച്ച് അവിടെ ലൂപ്പാക്കി എടുക്കണം. ഇത് നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ടും ചെയ്യാം കേട്ടോ. അടിയിൽ ഒരു ബീഡ് ഇട്ടിട്ട് നേരെ മുകളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബീഡ് ക്യാപ്പ് മുകളിൽ വരുന്ന രീതിയിൽ, അതായത് ഇതിനെ നേരെ തിരിച്ചിട്ട് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ബീഡ് ഇട്ടുണ്ടല്ലോ അവിടേക്ക് ഹെഡ് പിന്നിൻ്റെ അറ്റം കൊണ്ടുവന്നിട്ട് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. ഹെഡ് പിന്നിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് കൊണ്ടുവരിക. അവിടെ 2 ബീഡ് ഇടുക, അതിന് ശേഷം ബീഡ് ക്യാപ്പ് ഇടുക, അതിനുശേഷം ഇതുപോലെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക വളച്ചിട്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇയർ ഹൂക്ക് ഇടുക. അപ്പോൾ അടിയിലേക്ക് ഒറ്റ ബീഡ് വരുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം. നമുക്കിത് 2 മെത്തേഡിലും ചെയ്യാം. ഈ 2 ബീഡ് ഞാൻ പറഞ്ഞു, വലിയ സൈസിലുള്ള ഗോൾഡൻ ബീഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ബീഡ് ഇട്ട് ചെയ്യാൻ പറ്റും. ഇത് സെയിം സൈസ് ആയ കാരണം നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇയർ ഹൂക്കും കൂടി കണക്ട് ചെയ്താൽ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയണം. അപ്പോൾ കമ്മൽ ഇഷ്ടമായോ ഇല്ലയോ എന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം വേറൊരു മോഡലുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.